റെസിഡൻഷ്യൽ വിസ സംബന്ധമായി അടുത്തിടെ പുറത്തുവന്ന തീരുമാനങ്ങളെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ് UAE മന്ത്രിസഭ. UAEക്ക് പുറത്തുള്ള പ്രവാസികൾക്ക് നൽകിയിരുന്ന വിസ കാലാവധി നീട്ടുന്നതടക്കമുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നും അറിയിക്കുകയുണ്ടായി. പുതിയ തീരുമാനം ഇന്ന്, അതായത് ജൂലൈ 11 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നത് മുതലേ UAEക്ക് പുറത്തുള്ളവർക്ക് നിയമം പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നത് ഇന്ത്യയിലുള്ള UAE റെസിഡന്റ് വിസക്കാർക്ക് ആശ്വാസം പകരുമെന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്തുള്ളവരുടെ മാർച്ച് 1 ശേഷം കാലാവധി തീർന്ന വിസകൾ ഈ വർഷം ഡിസംബർ അവസാനം വരെ നീട്ടി നൽകുമെന്ന തീരുമാനം റദ്ദാക്കിയിട്ടുമുണ്ട്. മാർച്ച് 1 ശേഷം കാലാവധി തീരുന്ന എമിറേറ്റ്സ് ID കാർഡ് ഡിസംബർ അവസാനം വരെ നീട്ടി നൽകാനുള്ള തീരുമാനവും റദ്ദാക്കി. ഫീസുകളും പിഴകളും അടയ്ക്കേണ്ട അവസാന തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മുതൽ ഇവ ഈടാക്കാൻ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന് കൗൺസിൽ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. സ്വദേശികൾ, GCC പൗരന്മാർ, രാജ്യത്തുള്ള സ്വദേശികൾ, പ്രവാസികൾ എന്നിവർക്ക് രേഖകൾ നിയമവിധേയമാക്കാൻ 3 മാസം സമയം അനുവദിച്ചിട്ടുമുണ്ട്. 6 മാസത്തിൽ കുറഞ്ഞ കാലം രാജ്യത്തിന് പുറത്തു കഴിഞ്ഞ സ്വദേശികൾ, GCC പൗരന്മാർ, താമസ വിസക്കാർ എന്നിവർക്ക് UAEയിൽ എത്തിയ ശേഷം രേഖകൾ പുതുക്കാൻ 1 മാസത്തെ സമയവും അനുവദിച്ചു കഴിഞ്ഞു. എന്നാൽ മാർച്ച് 1 ശേഷം വിസ കാലാവധി അവസാനിക്കുകയോ 6 ദിവസത്തിൽ കൂടുതൽ UAEക്ക് പുറത്തുള്ളതോ ആയവർക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാധാരണ വിമാന സർവീസ് പുനരാരംഭിച്ചതിന് ശേഷം മാത്രമേ നിയമം ബാധകമാവുകയുള്ളൂ എന്ന തരത്തിൽ എത്തി നിൽക്കുകയാണ് UAE മന്ത്രിസഭയുടെ തീരുമാനങ്ങളെല്ലാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.